ഹലോ ഗൈസ്, ഇങ്ങനൊരു വീഡിയോ എടുക്കണമെന്നുള്ളത് ഞാൻ കുറേ ആലോചിച്ചിട്ട്. ഞാൻ യൂഷ്വലി ഷോർട്ട് വീഡിയോസാണ് യൂട്യൂബിൽ ഇടാറ്. ലോങ് വീഡിയോസ് നല്ല കുറവാണ്. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ലോങ് വീഡിയോസ് എടുക്കാൻ തന്നെയാണ് എനിക്കിഷ്ടം. ഓഫ് ഡേയ്സിൽ യൂഷ്വലി ഇത്ര നേരത്തെയൊന്നും എണീക്കാറില്ല കേട്ടോ. എനിക്കിങ്ങനെ ഒരു വീഡിയോ എടുക്കാനുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ നേരത്തെ എണീറ്റത്. ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ഫയറാക്ക് ഒരു കുഞ്ഞി പരിപാടി അംഗനവാടിയിലുണ്ട്. അപ്പോൾ അങ്ങോട്ടൊക്കെ ഒന്ന് റെഡിയായി കഴിക്കാനുള്ള തയ്യാറെടുപ്പാണ്. ബാക്ക്ഗ്രൗണ്ടിലെ സൗണ്ട് കാര്യമാക്കേണ്ട, ഫയർ കളിക്കണതാണ്. ഇതെല്ലാം ഒത്തു വന്നൊരു സമയം നോക്കിയാൽ എനിക്കിതൊന്നും ചെയ്യാനുള്ള സമയം കിട്ടില്ല. എന്നാൽ ഞാൻ വിചാരിച്ചു എന്നാൽ ഇതിൻ്റെ പോക്കിന് അങ്ങനെ പോട്ടേന്ന്. ബാഗിൻ്റെ ഒക്കെ ആവശ്യമുണ്ടാ? എന്താണ് അതെന്താണ്? ഫോട്ടോ എടുത്താല് നടക്കാം അങ്ങോട്ട്. ഫയർ എന്നെപ്പോലെ ഒന്നുമല്ല കേട്ടോ. അവൾക്ക് ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കണമെന്നും ഇഷ്ടമൊന്നുമല്ല. അവളെ ഫാദറിനെ പോലെയാണ്. എനിക്കാകെ ഇങ്ങനെ പിള്ളേരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ റെഡിയാക്കല്, അവർക്ക് വേണ്ടിയുള്ള സാധനം വാങ്ങിച്ചെടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവരുടെ അങ്കണവാടിയിൽ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യണ പരിപാടിയുണ്ട്. ഇവിടെ അങ്കണവാടിയായിട്ടൊന്നുമില്ല, എന്നാലും നമുക്ക് കൊണ്ടുവരുത്താം. അവളൊക്കെ അതൊക്കെ ഒന്ന് കാണട്ടെ. അടുത്ത കൊല്ലം കൊണ്ടിട്ട് ഇരിക്കാനുള്ളത് നല്ല രസമല്ലേ? ഫയർ വെള്ളയൊക്കെ ഇട്ടിട്ടാണ്. വെള്ളയും ഫ്ലാഗ് ഒക്കെ ഇട്ടിട്ടുണ്ട്. എവിടെ ഫയർ മാത്രമേ ഫയറാണ് നേരത്തെ ഒരിക്കലും അമ്മ അംഗനവാടി കൊണ്ടിരുത്തി കേട്ടാ. ആരും വന്നിട്ടുണ്ടായില്ല. അംഗനവാടിയിൽ ഉള്ള പിള്ളേർ പോലും വന്നിട്ടുണ്ടായില്ല. ടീച്ചറും വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മളായിരുന്നു ഫസ്റ്റ്. മെമ്പർ വന്ന് ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മെമ്പറിന് വേറെ 2-3 അംഗനവാടിയിൽ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യാനുള്ളതുകൊണ്ട് ഇവിടെ എത്തിയപ്പോഴത്തേക്കും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എവിടെയും പറഞ്ഞു നിർത്തിയത് ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് 2-3 ദിവസമായിട്ടാണ്. അത്രയും എനിക്ക് ലേറ്റ് ആവാറുണ്ട്, എനിക്ക് ടൈം കിട്ടാണ്ടൊക്കെ. ബട്ട് സ്റ്റിൽ ഞാനത് ശ്രമിക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാണ് കേട്ടോ. എനിക്ക് ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറച്ചധികം പ്ലാൻസ് ഉണ്ട് നമുക്ക് ആ ഡേയിൽ ചെയ്യാനെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് കൂടെ ഉള്ളൂ. എനിക്ക് നല്ല ഇഷ്ടമാണ് ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാൻ. എൻ്റെ ഡെയിലി റൂട്ടീനൊക്കെ ഷെയർ ചെയ്യാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് എനിക്ക് കാക്കൊക്കെ ഓഫാണ്. അപ്പോൾ ഓഫുള്ള ദിവസങ്ങളാണ് കുറേ നാളായിട്ട് പെൻഡിങ് വെക്കണ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റണത്. അപ്പം ഇന്നെന്ന് പറയുമ്പോഴത്തേക്കും സെലിബ്രേഷനൊക്കെ ഉണ്ടല്ലോ, ഓണമൊക്കെ വരാൻ പോകുന്നതുകൊണ്ട് സെലിബ്രേഷൻ ഉള്ളതുകൊണ്ട് എനിക്ക് ഡ്രസ്സൊക്കെ അടുപ്പിക്കാനായിട്ട് മെറ്റീരിയൽ നോക്കാൻ ഒന്ന് പരാഗി പോകണം. പിന്നെ ഇന്ന് സ്പെഷ്യൽ ലഞ്ച് ഉണ്ടാക്കുന്നുണ്ട്. സ്പെഷ്യൽ ലഞ്ച് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സ്പെഷ്യലൊന്നുമല്ല, എന്നാലും ഇങ്ങനെ ഓഫുള്ള ദിവസങ്ങളിലൊക്കെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ വെക്കുന്നുണ്ടെങ്കിൽ അത് ഞാനായിരിക്കും കുക്ക് ചെയ്യുക. അപ്പം അത് 1-2 റീൽസൊക്കെ ഞാൻ നോക്കിയിട്ട് റെസിപ്പീസൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ട്രൈ ആക്കണം. പിന്നെ ഫയർ നമ്മില്ലാത്തത് കൊണ്ട് എപ്പോഴും ഭയങ്കര സഫറിങ്ങും ഒക്കെ ആയിരിക്കും. അതായത് ഞാനില്ലല്ലോ എന്നുള്ള ഓർത്തിട്ടുള്ളൊരു ഇത് അവൾക്ക് ഉണ്ടാവും. അപ്പം ഇന്നൊരു ഔട്ടിങ്. പിന്നെ ഇവിടെ ചിക്കിങ് വന്നിട്ട് കുറച്ചധികം ദിവസമായിട്ട് ഇതുവരെ പോയിട്ടില്ല. അപ്പം ഇന്ന് അവിടെ ഒന്ന് പോകണം. അങ്ങനെ കുറച്ചധികം പ്ലാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാനും ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും, എനിക്ക് കാണിക്കാനും ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പം ആ സംഗതികളൊക്കെയാണ് ഇന്ന് നടക്കാൻ പോണത്. ഇന്ന് ഓഫായതുകൊണ്ട് തന്നെ റൂമൊക്കെ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യണം. എപ്പോഴും ഇങ്ങനെ എനിക്ക് ക്ലീനാക്കാൻ പറ്റാറില്ല. ഇവിടെ ഹാങ്ങറിൽ നമ്മൾ ഒരു വീക്കിൽ ഉള്ള ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ടാവും. അതായത് എൻ്റെ ഷാളുകൾ നമ്മൾ റിപ്പീറ്റ് ചെയ്തിടാൻ ഷാളുകൾ പെട്ടെന്ന് കഴുകിയൊന്നുമില്ലല്ലോ, വാഷ് ചെയ്യുന്നില്ല. അപ്പോൾ അതൊക്കെ ഇവിടെ അങ്ങനെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി എടുത്ത് വെക്കണം. അങ്ങനെ കുറച്ച് അധികം പ്ലാൻസ് ഞായറാഴ്ചകളിലാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇന്നിപ്പോൾ ഒരു ഓഫ് ആയതുകൊണ്ട് നമുക്ക് ഇന്ന് ചെയ്യാം. അപ്പോൾ ഞായറാഴ്ച നമുക്ക് വെറുതെ ഇരിക്കാമല്ലോ. ഓക്കെ, വെൽക്കം ടു മൈ വീഡിയോ. വീക്കെൻഡ്സിലാണ് കുറച്ചും കൂടി എനിക്കിങ്ങനെ കാറ്റും വെളിച്ചമൊക്കെ കയറാൻ വേണ്ടിയിട്ട് ജനലൊക്കെ തുറന്നിട്ട് കർട്ടനൊക്കെ നീക്കിയിടാൻ പറ്റുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കാറ്റും വെളിച്ചമൊക്കെ കയറി നല്ല വെട്ടമുള്ള റൂമൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ തന്നെ നമുക്കൊരു സമാധാനം ആയിരിക്കും, എന്തോ ഭയങ്കര പോസിറ്റീവ് എനർജിയൊക്കെ ഉണ്ടാവും അങ്ങനെയാകുമ്പോൾ. ഞാൻ ഭയങ്കര പെർഫെക്ഷനിസ്റ്റിൻ്റെ ആളാണ് കേട്ടോ. പറഞ്ഞത് ശരിയാണെന്നും കൂടി അറിയില്ല, എന്നാലും നിങ്ങൾക്ക് മനസ്സിലായില്ലേ.
നമ്മുടെ മതിലിൽ കാണുന്ന ഇങ്ങനത്തെ ഈ പെയിൻറ്റ് പോക്കില്ലേ, അതൊക്കെ എനിക്ക് ഇങ്ങനെ വീഡിയോയിൽ കാണിക്കണമെന്ന് എനിക്കിഷ്ടമല്ല. അതൊക്കെ ശരിയാക്കി വരുമ്പോഴത്തേക്കും എനിക്കിതിനൊന്നും നേരവും കിട്ടില്ല. ഇപ്പം ഞാൻ അങ്ങനെയൊന്നും മൈൻഡ് ചെയ്യാറില്ല. അങ്ങനെയൊക്കെ വിചാരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ചിക്കൻ ടിക്ക കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കാനായിട്ട് റെസിപ്പിയൊന്നും എനിക്ക് ഷെയർ ചെയ്യാനൊന്നും പറ്റുന്നില്ല. എന്നാലും ഈ സ്ക്രീനിൽ കാണുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് മസാല ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക ചിക്കനിലെ. ബോൺലെസ് പീസ് ആയിരിക്കും നല്ലത്. ഉമ്മ അവിടെ വേറെ എന്തോ പണിയിലാണ്. എൻ്റെ ഇപ്പോഴത്തെ ഈ സൗണ്ടും എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വേറെ എന്തെങ്കിലും സൗണ്ട് കേട്ട് നിങ്ങൾക്ക് ഡിസ്റ്റർബ് ആവേണ്ടി പ്ലീസ് എന്നോടൊന്ന് ക്ഷമിക്കണേ. മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് എല്ലാം ഒന്ന് പൊരിച്ചെടുക്കാം. ഹാഫ് കുക്ക് വേണോ? വേണ്ട, നമുക്ക് സാധാരണ നമുക്ക് പൊരിച്ചെടുക്കുന്ന പോലെ തന്നെ നമുക്ക് പൊരിച്ചെടുക്കാം. ഒരുപാട് പൊരിക്കാണ്ടിരുന്നാൽ മതി. ചിക്കൻ പൊരിച്ച് കഴിഞ്ഞ് കോരനായിട്ടാണ്. ഇനി സെയിം പാനിൽ തന്നെ നമുക്ക് സവാള ഇടാം. ഞാൻ പറയുന്ന പോലെ തന്നെ ചെയ്തിരിക്കണേ. സെയിം പാനിലേക്ക് തന്നെ ഞാൻ സവാള ഇട്ടിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അടുത്തായിട്ട് ഇട്ടിട്ടുണ്ട്. ക്യാമറയിലോട്ട് നോക്കി പണിയെടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കുറച്ച് പാളിച്ചകളൊക്കെ പറ്റണ കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞത്. കണക്കൊന്നുമില്ല കേട്ടോ. ഏകദേശം നമ്മുടെ ഒരു ഊഹത്തിന് മഞ്ഞൾപ്പൊടി, കറി മസാലപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, മല്ലിപ്പൊടി ഇത് ഇട്ട് കൊടുത്തിട്ട് ഒരു ചുചനക്ക് കൊടുത്ത് മസാലയിൽ പിടിപ്പിക്കണം. ഈ ചിക്കൻ ടിക്ക മസാല എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യൻ ഡിഷാണ്, കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഇങ്ങനെ റീൽസ് കണ്ടിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ട് ഞാൻ ചെയ്യണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ചെയ്യണമെന്ന്. അപ്പോൾ ഫാറൊക്കെ എന്നെ കൂടി പണിയെടുക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ കസൂരി മേത്തി ഞാൻ അവളെ കൊണ്ട് വിതറിച്ച് മീൻസ് സ്പ്രെഡ് ചെയ്യിപ്പിച്ചു, ഇട്ട് കൊടുത്തു. പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ആയാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലഞ്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് എനിക്കൊരു വീഡിയോ എടുക്കാറുണ്ടായിരുന്നു. ഇവിടെ വൈപ്പിൽ ചിക്കൻ വന്നിട്ടുണ്ടല്ലോ, അവിടെ പോയിട്ട്. അപ്പോൾ ആ വീഡിയോ എടുത്ത് നല്ല കിഡിലൻ ഫുഡൊക്കെയാണ് അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ റീൽസ് ഓൾറെഡി യൂട്യൂബിൽ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടുനോക്കണേ. ഇവരുടെ ആപ്പിൽ നല്ല നല്ല ഓഫറുകളൊക്കെ പോകുന്നുണ്ട്. ചിക്കനിൽ 1 പീസ് ചിക്കൻ അറ്റ് 1 rupees എന്നൊക്കെ പറഞ്ഞ ഓഫറൊക്കെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കയറി നോക്കിയാൽ നിങ്ങൾ ഫ്രണ്ട്സായിട്ടൊക്കെ ചില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ അടിപൊളിയായിരിക്കും. ചിക്കനിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് വന്നു. അവരൊക്കെ അവിടെ ഇരിക്കണ്ട ബീച്ചിലേക്ക് വന്നു. വേറൊക്കെ ബീച്ച് ഇഷ്ടമാണ് കുറച്ചും കൂടി. ബീച്ചിലേക്ക് വന്നു. നല്ല രസമുണ്ട്. അടിപൊളിയായിട്ടില്ല. പറയണ കേൾക്കാൻ വേണമെന്ന് അറിയില്ല കേട്ടോ. നല്ല തരേണ്ട ഒച്ചയുണ്ട് ഇവിടെ. നിറച്ച ആൾക്കാരുണ്ട്. ഇൻഡിപെൻഡൻസ് ഡേ ആണെങ്കിൽ കുറേ ആൾക്കാരുണ്ട് ഇവിടെ. സൺസെറ്റൊക്കെ കാണാൻ എന്താണുള്ള രസം. എനിക്ക് അടുത്തായിട്ടാണ് എനിക്ക് സൺസെറ്റൊക്കെ എനിക്ക് ഇത്ര ഇഷ്ടമായി തുടങ്ങിയത്. എന്ത് പീസ്ഫുള്ളാണ് കാണുമ്പോൾ തന്നെ. ഇറങ്ങി കേട്ടാ. ഞങ്ങളുടെ പ്ലാൻ വന്നിട്ട് പരാഗി പോകണം, എന്നിട്ട് ചിക്കിങ്ങിൽ പോകണം, എന്നിട്ട് ബീച്ചിൽ വന്നാൽ മതിയായിരുന്നു. പക്ഷേ പരാഗിലുള്ളത് ഒന്ന് പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വരും മിക്കവാറും. പരാഗി പോകാൻ പറ്റിയില്ല. ഓക്കെ, ഇന്നിനിപ്പോൾ പോകുമെന്ന് തോന്നണില്ല. നമുക്കത് നാളെയോ മറ്റന്നാളോ വെക്കേണ്ടി വരും. അപ്പോൾ ഫോർ എ ചേഞ്ച്, അല്ലെങ്കിൽ എന്താ പറയുക, ഇൻസ്റ്റെഡ് ഓഫ് പരാഗി പോക്ക് നമുക്ക് എൻ്റെ വീട്ടിൽ പോവാം. കൊച്ചി പോകുന്നുണ്ട്, കൊച്ചി പോവാം. ഓക്കെ. ഓഫീസൊക്കെ ഉള്ളതുകൊണ്ട് ഒരു വീക്ക് പോയി നിൽക്കുക എന്നുള്ളതൊന്നും പോസിബിൾ അല്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വീക്കെൻഡ്സിൽ 2-3 days അല്ലെങ്കിൽ ശനിയാഴ്ച വൈകുന്നേരം പോയി ഞായറാഴ്ച വരൽ അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ച പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങോട്ട് നിന്ന് പൂതി കിട്ടില്ല. സോ ഞാൻ ഇന്നും അങ്ങനെ പോകുന്നതാണ്. ഞാൻ ചെങ്കാർ വഴിയാട്ടോ മിക്കവാറും പോവാറ്. ഞാനൊരു 6:30 മണിയായപ്പോഴത്തേക്കൊക്കെ ഞാൻ എൻ്റെ വീട്ടിലെത്തി. പരാഗി പോകാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ എനിക്കുള്ളൂ. പക്ഷെ അതെങ്ങനെയാണ് സമയം എനിക്കങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ സംഭവിച്ചതാണ്. ഇവിടെ വണ്ടി ഇവിടെ നമുക്ക് റോഡ് സൈഡിൽ തന്നെയാണ് എൻ്റെ വീട്. അപ്പോൾ വണ്ടികളൊക്കെ പോകുന്ന ശബ്ദമൊക്കെയാണ് ആ കേൾക്കണം. അപ്പം എല്ലാ ദിവസവും ഇങ്ങനെയൊന്നുമല്ല, എന്നാലും ഇന്ന് എൻ്റെ ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്കതിങ്ങനെ ഡോക്യുമെൻ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ചെയ്തതാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അത്രയേ ഉള്ളൂ. ഇന്നത്തെ ഒരു ദിവസം അടിപൊളി ദിവസമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറേ നല്ല കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ട് നല്ല ഇഷ്ടമായി. അപ്പം ഇത്രയേ ഉള്ളൂ. ബൈ.